ചൂടൻ ദോശകൾ, സാമ്പാറുകൾ, ചട്നികൾ, കൂടാതെ പൊരിച്ച കോഴിയും ചപ്പാത്തിയും, കൂടാതെ കാലി പ്ലേറ്റിൽ ഞങ്ങൾ നൽകുന്ന ഓംപ്ലേറ്റ് നിങ്ങൾക്കൊരു ഹൈലൈറ്റ് സംഭവമായിരിക്കും അല്ലേ? അവസാനം കോഴി പൊട്ടേട്ടല്ലേ? എടാ കോഴി പൊട്ടേട്ടതല്ല, ജഗദീഷ് ചിരിച്ചതാ. വെറുതെ തെറ്റിദ്ധരിച്ച്. എടാ നോക്കി നിൽക്കാതെ വിളിച്ച് ആൾക്കാരെ കൂട്ടടാ. ഉപ്പാന്റെ പൊലപ്പൊക്കെ പിടിച്ച് പത്തികളിലേക്ക് പത്ത് കഴിച്ചിട്ട് പോടാ. ഓ ഇങ്ങനെയാണോടാ വിളിച്ച് ആൾക്കാരെ കൂട്ടുന്നത്? കുത്തി പൊട്ടച്ച പൊത്തത്തറി പൊത്തി ഏറ്റോടാണോ? അല്ല ആചാരമല്ല ഈ പോട്ടിക്കറികൾ പണ്ടെടുക്കുന്ന പറഞ്ഞത്. ഓ അല്ല ആരെ വരുന്നുണ്ടല്ലേ? കൊണക്കെട്ട കോഴി കുളക്കോഴി കുമ്മങ്കരുവിലെ വയറ്റാട്ടി. അമ്മാമേ പൊട്ടുണ്ടോ? ആ ഉണ്ടല്ലോ. കോഴിയോ? ഉണ്ട് ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യും, ആ പൊട്ടെടുത്ത് കോഴി. ഇത് പൊറോട്ടയല്ല, അല്ല ഇത് ദോശയല്ല, അല്ല എനിക്ക് മന്തില്ലെന്നും മറ്റു ചിലർക്കാണ് ഇവിടെ ഭ്രാന്തെന്നും പറയാനാണ് ഇത്രയും. അല്ല താൻ എന്താ ഇവിടെ? ഒന്ന് മുടി വെട്ടാണെന്നതാ. എന്താ മുടി വെട്ടാനോ? അതെ, സാധാരണ ഹോട്ടലാണെന്ന് കരുതിയാണല്ലോ ബാർബർ ഷാപ്പ് കയറാറ്. ഇത്തവണ ഞാൻ ബാർബർ ഷാപ്പാണെന്ന് കരുതി ഹോട്ടലിൽ കയറി, അത്രേ ഉള്ളൂ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു പൊറോട്ട കഴിച്ചാൽ. സത്യത്തിൽ പൊറോട്ട എന്ന് കേട്ടപ്പോഴേ എന്റെ കരുണ തടിച്ചു പിടിക്കുന്നു. ഒരു പറവ് നമ്മൾ വിചാരിച്ചാലും പൊറോട്ട അമേരിക്കൻ മാവ് കുഴച്ച് അടിച്ചു പറ്റി ഉണ്ടാക്കിയതാ ഈ പൊറോട്ട. ആരോ വരുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും തന്നില്ല. ഇവിടെ വിശക്കുന്നവരാണ് ഭക്ഷണം കൊടുക്കേണ്ടത്, അല്ലാതെ ഇന്ന് വയറ് കൊടുത്തുന്നല്ല. അതിരുകാക്കുന്ന മറയൊന്നു തുടുത്തേ തുടുത്തേ തകതകത. അങ്ങു കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈട്ടില തറയില് പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകി ഒലിച്ചേ തകതകത. പാവം വിശന്ന് ഭ്രാന്തായി പോയി. അതാണ് ഏതായാലും പഴയ കാര്യങ്ങളെല്ലാം മറന്നു. മറക്കണോ? മറക്കണമെന്നാ ഈ എന്താ പേരാ ഞാൻ മറക്കണത്? പഴയല്ല ഞാൻ മറക്കണോ? പറയാമെന്നാ. ആഹാ എന്റെ കോഴി, എന്റെ വീട്ടിലെ സിലോം കോഴി എന്റെ കൺമുമ്പിൽ കിടന്ന പൊട്ടഞ്ഞ് മരിച്ചത് ഞാൻ മറക്കണോ? മറക്കണമെന്നാ. എന്റെ പാചകം കോഴി വളർത്തിയില്ല, എന്റെ സ്വാഗതം കോഴി വളർത്തിയില്ല. ഇനി താ പറഞ്ഞ നേരാണെങ്കിൽ ഞാൻ കഴിക്കുന്നത് ഒരു ഡബിൾ ഓംപ്ലേറ്റ് ആയിരിക്കും. ഇനി താ പറഞ്ഞ നുണയാണെങ്കിലോ അപ്പൊ ഞാൻ കഴിക്കുന്നത് ഒരു സിംഗിൾ ഓംപ്ലേറ്റ് ആയിരിക്കും. ആഹാ പിള്ളേർ എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ചുറ്റി പോകത്തേ ഉള്ളൂ. ഈ കട നടന്ന ഞാനാണെങ്കിൽ ദോശ ഞാൻ ചുടും, ചമ്മന്തി ഞാൻ അടിക്കും, മാവ് ഞാൻ കുഴയ്ക്കും, പൊറോട്ട ഞാൻ അടിക്കും, പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ താൻ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് തിന്നുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് താൻ ഇവിടെ നീ കട പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഞാനിതെല്ലാം കൂടി പൊളിച്ചെറിയാൻ കൊണ്ടുപോകും. എന്ത് തറവാട്ടിലേക്ക് മതസാരം കിട്ടിയല്ലോ. എടാ ജഗദീഷ്, ദോശ ചട്ടി ചൂടായില്ല ചേട്ടാ. ചട്ടി ചൂടാവുന്ന പട്ടി നീയൊക്കെ ദോശ ഉണ്ടാക്കുന്നത്? കോഴിമുട്ട തിന്നണമെന്ന് ആഗ്രഹമായി ഞാൻ പണ്ടൊരു കോഴി വളർത്തി. വഴുന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു പൂവൻ കോഴിയായിരുന്നു. അന്ന് തരുന്ന മുട്ട തന്നെയാണ് എൻ്റെ ആഗ്രഹം. മുട്ടയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ സുരേഷ് ഗോപി നീ എന്താ എന്റെ കോഴിമുട്ടയെ കൊണ്ട് കാണിക്കുന്നത്? ഓർമ്മയുണ്ടോ ഈ മുട്ട? ഓർമ്മ കാണാൻ വഴിയില്ല. ഒരുപാട് മുട്ട കണ്ടെങ്കിൽ ഓംലെറ്റ് അടിച്ചുണ്ടാക്കി തിന്നതല്ലേ? അന്ന് ഞാൻ കണ്ണൂര് കോഴിയെ വളർത്തുന്നു. നിലാവത്ത് അഴിഞ്ഞാടി ഒരു കോഴിയെ പിടിച്ച് അങ്ങേക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പ്രാക്ടീസ് വന്നു. അന്ന് അങ്ങ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാറിന്റെ കോഴിക്ക് വസന്തയാണെന്ന്. യെസ്, ഐ ആം സുരേഷ് കോഴി ഷിറ്റ്. ഓ ഇവിടെ കുറെ പേര് ഷിട്ടൊക്കെ പറയാനും അത് കേട്ട് ഷിട്ടിടാനും ഇവിടെ കുറെ കോഴികളും. അയ്യേ എല്ലാരോടും മാറിക്കേ. മുഖ്യമന്ത്രിക്ക് എത്തിയല്ലോ. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരുന്ന സമയമാണ്. അതെന്റെ മുടി എത്രയും പെട്ടെന്ന് എത്രയാണെന്ന് വെച്ചാൽ കളക്ട് ചെയ്ത് വെച്ചാല് എനിക്ക് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് പോക്കണം. അല്ല സാറേ, ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു 3 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തരട്ടെ? തന്നാല് ഞാൻ പെട്ടെന്ന് അങ്ങ് വെക്കും. അല്ല ഒരു സംശയം, ഇത് സുനാമി ഫണ്ടിലേക്ക് തന്നെ അല്ലേ പോകുന്നത്? ഈ സുനാമി എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് സുനാമിയിലേക്ക് എന്റെ ബിനാമിയിലേക്ക് എന്നേ പറയട്ടെ.